ദിസ് ഈസ് ആരതി ഫ്രം ഇതാര വ്ളോഗ്സ്. അപ്പം ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. എന്ത് സംസാരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ഓർത്തു, ഞാനൊരു ടൂറ് പോയൊരു കഥ പറഞ്ഞാലോ, അതും 7ാം ക്ലാസ്സിൽ വെച്ച്. വേറൊരു നമ്മളെല്ലാവരും കൊതിക്കുന്ന രീതിയിൽ, നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എവിടെയായിരിക്കും പോയിരിക്കുന്നത്? ജസ്റ്റ് ഇപ്പോൾ 7ാം ക്ലാസ്സിലല്ലേ, വല്ല മൂന്നാറോ വല്ലതും ആയിരിക്കും എന്നായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അല്ല, ISROയിൽ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരം, അവിടെയാണ് ഞങ്ങൾ പോയത്. അവിടെ പോയി നല്ല രീതിയിൽ റോക്കറ്റ് വിക്ഷേപിക്കുന്നതൊക്കെ കാണാം എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷെ ഒന്നും നടന്നില്ല. കാരണം ഞങ്ങൾ അതുപോലെയുള്ള സ്ഥലങ്ങളിലൊന്നും അല്ല പോയത്. അവിടെ ഒരു പള്ളിയില്ലേ, ആ പള്ളിയിലേക്കാണ് ഞങ്ങൾ ചെന്ന് ആ മ്യൂസിയത്തിൽ കയറി ആ മ്യൂസിയത്തിലുള്ള എല്ലാം കണ്ടു. അത് നിന്ന് വിശദീകരിക്കാൻ കുറേ സാറുമാരുണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് മെമ്മറബിൾ ആണ്. കാരണം ആ സാറുമാർ നമ്മളെ പിള്ളേരെ എങ്ങനെയാണോ അതെങ്ങനെ മനസ്സിലാക്കി നമ്മളെ ഓരോ ഡൗട്ട്സ് വരെ ക്ലിയർ ചെയ്യുന്ന പക്ക ക്ലാരിറ്റിയോടെയാണ് നമുക്കെല്ലാം പറഞ്ഞു തരുന്നത്. അങ്ങനെ നമ്മൾ അതെല്ലാം കണ്ട് ഇറങ്ങുന്ന ആ ഒരു ടൈമൊക്കെ ഞാൻ നിങ്ങളെ വിശദീകരിച്ച് തരാം എന്നൊക്കെയാണ് ആലോചിച്ച് വെച്ചേക്കുന്നത്. അപ്പം ഇവിടുന്ന് സ്കൂളിൽ നിന്ന് 4 മണിയാകുമ്പോൾ പുറപ്പെടുന്നു പറഞ്ഞിട്ട് 4:30 ആയപ്പോഴാണ് പുറപ്പെട്ടത്. തിരുവനന്തപുരത്തിന് 7A 7B 2 ബാച്ച് ഉണ്ടായിരുന്നു. ആ ബാച്ചിൽ നിന്ന് ഞങ്ങൾ ടൂറിസ്റ്റ് ബസ്സിൽ കയറുന്നു, കഴക്കൂട്ടത്ത് ചെല്ലുന്നു, ഫുഡ് കഴിക്കുന്നു. രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കണമല്ലോ, സ്കിപ്പ് ചെയ്യാൻ പറ്റിയല്ലോ. അങ്ങനെ അത് കഴിക്കുന്നു. അത് കഴിച്ച് ഞങ്ങൾ നേരെ തിരുവനന്തപുരത്ത് ചെല്ലുന്നു. തിരുവനന്തപുരത്ത് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ അവിടെ ലൊക്കേഷനിൽ ചെല്ലുന്നു. ലൊക്കേഷനിൽ നിന്ന് ടൂറിസ്റ്റ് ബസ്സുകാർ ഞങ്ങൾ ഇറക്കി വിട്ട് അവിടെ കുറേ നേരം പോസ്റ്റ് അടിച്ച് നിൽക്കുന്നു. അത് കഴിയുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം, അവിടെ നിൽക്കുവാണ്. ഇങ്ങനെ നൈസായിട്ട് കുറേ അധികം മെമ്മറി തന്നിട്ടുണ്ട്. കാരണം പോസ്റ്റാണ്. ISROയിൽ നമ്മൾ പോവുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഒരു ദിവസം മെനക്കെട്ട രീതിയിൽ പോയാൽ വെർത്താണ്. പക്ഷെ ആ ഒരു ദിവസം മെനക്കെട്ടാൽ നല്ല വെർത്താണ് സാധനം. നമ്മളങ്ങനെ പോകുന്നു, കാടുന്നു, തിരിച്ചു വരുന്നു, അങ്ങനെയാണ് നമ്മൾ സാധാരണ ടൂർ കൊടുക്കുമ്പോൾ അങ്ങനെയാണല്ലോ. പക്ഷെ ഇതങ്ങനെയൊന്നും അല്ലായിരുന്നു. നല്ല രീതിയിൽ പോസ്റ്റ് അടിച്ചു. കുറേ സമയം ഞങ്ങൾക്ക് അവിടെ തന്നെ നഷ്ടപ്പെട്ടു. കാരണം ടൂറ് പോയാലും മുക്കാൽ സമയം എന്ന് പറഞ്ഞ രീതിയിൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് സ്പേസ് സെൻറ്ററിൻ്റെ അവിടെ തന്നെയായിരുന്നു. ആ എൻട്രിയുടെ സ്ഥലത്ത് തന്നെ ഞങ്ങളിങ്ങ് നിന്നു. അത് കഴിഞ്ഞാൽ എന്നാൽ നമ്മൾ അകത്തേക്ക് വിടുന്ന അവരുടെ തന്നെ ബസ്സില്ല, നല്ല സെക്യൂരിറ്റി ചെക്കിങ്ങും എല്ലാം നടത്തിയിട്ട് അവരുടെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കും അവരുടെ ബസ്സിൽ തന്നെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഓരോ റോക്കറ്റിൻ്റെ കീഴിലും ഇങ്ങനെ ഡമ്മി പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഓരോ റോക്കറ്റിൻ്റെ കീഴിലും ഓരോ സ്കൂളുകാർ അങ്ങിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ സ്കൂളുകാർക്ക് ഇറങ്ങുന്ന അനുസരിച്ച്, മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങുന്ന അനുസരിച്ച് നമ്മൾ ഓരോ സ്കൂളുകാർ കയറ്റുള്ളൂ. അതെല്ലാം കയറ്റി അവരെ എല്ലാം നോക്കി ഇതാക്കി ഇറങ്ങുമ്പോഴത്തേക്ക് ഞങ്ങൾ അവിടുന്ന് നേരെ തിരിച്ച് ആ ബസ് കയറി തിരിച്ചു വന്നപ്പോഴത്തേക്ക് എത്രയാ 2:30 3 മണിയായി. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ചോറുണ്ണാൻ. രാവിലെ 8:30 ഫുഡ് കഴിച്ചാൽ ഞങ്ങൾ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. വെള്ളമോ അവിടെ ഒന്നും ഇല്ലായിരുന്നു. വെള്ളം ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ 7ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. എങ്ങനെയാ ഇതെന്ന് അറിയത്തില്ല. ഒരു പൈപ്പ് ഉണ്ടായിരുന്നു. ആ പൈപ്പ് മൊത്തം ആൾക്കാർ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. കാരണം അതുപോലെ വെയിലായിരുന്നു അതിന്. പിന്നെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഇറങ്ങി, സ്പേസ് സെൻറ്ററിൽ നിന്ന് ഇറങ്ങി നേരെ വന്ന് ഫുഡ് കഴിക്കാൻ ഇതായി. ഇത്തരം മീൽസ് അങ്ങനെ ആദ്യമായിട്ട് ട്രൈ ചെയ്തു. നല്ല അടിപൊളി ഒരു നമ്മുടെ ഇപ്പോഴത്തെ മന്തിപ്പാത്രം ഇല്ലേ, ആ മന്തിപ്പാത്രത്തിൻ്റെ അത്രയും വലുപ്പം വരുന്ന മീൽസാണ് ഞങ്ങൾക്ക് സെറ്റ് ചെയ്ത് തന്നത്. കാരണം അതിന് ആ ചുറ്റിനും കറിപ്പാത്രം, കുഞ്ഞു കുഞ്ഞു കോപ്പയ്ക്കകത്ത് പായസം ഉൾപ്പെടെ എല്ലാം ഉണ്ട് അതിനകത്ത്. അതെല്ലാം ടേസ്റ്റ് ചെയ്ത് ഫുള്ള് കഴിച്ചു. അപ്പം ഞങ്ങൾക്ക് കമ്പനി തരാൻ, ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ അറിവില്ലല്ലോ. ഞങ്ങൾക്ക് കമ്പനി തിരുവനന്തപുരത്ത് നിന്ന് ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഇപ്പുറത്ത് തന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അപ്പുറത്തും ഇപ്പുറത്തും അവരും വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളിത് ആദ്യമായിട്ടാണ്, ഇതെങ്ങനെ ഇതെന്തെന്നും അറിയത്തില്ല. കാരണം ഇതിങ്ങനെ ചുറ്റിനും ഇരിക്കുകയല്ലേ കറിപ്പാത്രം മൊത്തം. ഇനി അതിനകത്താണോ ചോറുന്നത്, കറിപ്പാത്രം മൊത്തം ടേബിളിനകത്ത് നിർത്തിയാൽ ടേബിൾ പറയാനേ ഉള്ളൂ. അതുപോലെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഒരു മ്യൂസിയം കാണാൻ പോവാം എന്നുള്ള രീതിയിൽ മ്യൂസിയം കാണാൻ പോയപ്പോൾ മ്യൂസിയം അടച്ചുപോയി. കാരണം 3 മണി 4 5 മണി ആയപ്പോഴത്തേക്കും മ്യൂസിയം അടച്ചു. പിന്നെ ഉള്ളത് നമ്മുടെ ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഒക്കെ കാണണ്ടേ. തിരുവനന്തപുരത്ത് നിന്നിട്ട് അവരെ കാണാതെ നമ്മളിങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവർക്ക് വിഷമാവുകയല്ലേ. അതുകൊണ്ട് നമ്മൾ എവിടെ പോയി, തിരുവനന്തപുരം സൂയിലേക്ക് പോയി. തിരുവനന്തപുരം സൂയിൽ പോയി കുറേ ചേച്ചിമാരെയും ചേട്ടന്മാരെയും അതുപോലെ തന്നെ എല്ലാവരെയും കണ്ട്. ഈ ചേച്ചിമാരും ചേട്ടന്മാരെന്നൊക്കെ ഉദ്ദേശിച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആരൊക്കെയായിരിക്കുമെന്ന്. അവരെല്ലാം കണ്ട് അവരോട് ഹായ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ തിരുവനന്തപുരം സൂയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ടീച്ചേഴ്സിനോട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളൊന്ന് കന്യാകുമാരി വരെ ഒന്ന് കൊണ്ടുപോകുമോ, കാരണം അവിടെ അടുത്തായിരിക്കും എന്നൊക്കെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾ കുട്ടികളല്ലേ.
അപ്പം ആ പ്രതീക്ഷയിൽ ഞങ്ങളങ്ങ് ചെല്ലുന്നു. അപ്പം മിസ് ഒരു പറ്റില്ല, പോകാൻ പറ്റില്ല, നേരെ ഉരുട്ടി. അതുകൊണ്ട് ഞങ്ങൾ നൈസായിട്ട് ബസ്സിൽ കയറുന്നു, വെഞ്ഞാറമൂട് എത്തി, ഫുഡ് കഴിക്കുന്നു, നൈറ്റിൽ ഫുഡ് കഴിക്കുന്നു, നേരെ വീട്. 12:30 ആയപ്പോഴത്തേക്ക് ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളിൽ വന്നു. 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വീട്ടിൽ വന്നു, നല്ല സുഖമായി കിടന്നുറങ്ങി. പിറ്റേ ദിവസം സ്കൂളിലും പോയില്ല. ഇത്രയാണ് എൻ്റെ സ്കൂൾ ട്രിപ്പ്, 7ാം ക്ലാസ്സിലെ സ്കൂൾ ട്രിപ്പിൻ്റെ കഥ. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇത്രയും നാളും ഞാൻ വീഡിയോ എടുത്തിട്ട് ഇത്രയും വ്യൂസ് ഒക്കെ കയറി കണ്ടവർക്കും ഇനി കാണാൻ പോകുന്നവർക്കും ലൈക്ക് അടിച്ചവർക്കും കമൻറ്റ് ചെയ്തവർക്കും ഒരുപാട് നന്ദി. എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ബൈ ബൈ.